ജോലിക്ക് പോവുകയാണ്. ഇത് ഞങ്ങളുടെ കള്ളിപ്പൂച്ച ഇരിക്കണ നോക്കിയേ. ഇവളാണ് ഇവിടുത്തെ കള്ളിപ്പൂച്ച. പക്ഷെ അവൾക്ക് ഈ നാട്ടിൽ നിന്നുള്ള എല്ലാവരും ഫുഡ് കൊടുക്കും. ഇല്ല ചേച്ചി, ഞാൻ ഒന്നും തരില്ല, വേണമെങ്കിൽ ഒന്ന് മണപ്പിച്ചിട്ട് വെക്കോ, ജോലിക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ വലിപ്പം കണ്ട ഇവിടുത്തെ കള്ളിപ്പൂച്ചാണെന്ന് ആരെങ്കിലും പറയും. ബെൽറ്റ്, ടാഗ്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇവളാണ് ഞങ്ങളുടെ കള്ളിപ്പൂച്ചി. ആ വാതിൽ കൊടുത്ത് നമ്മൾ അകത്തേറിപ്പോവും. അപ്പോൾ ആ റിസപ്ഷനിൽ ഇരിക്കണ അമ്മച്ചി എന്നെ പച്ചയ്ക്ക് ചീത്ത പറയും. കാലത്തായതുകൊണ്ട് ആരും വന്നിട്ടില്ലല്ലോ, ആരെയും തുറക്കുമ്പോൾ മോള് കയറിപ്പോ, അതാണ് അവിടെ തന്നെ ഇരിക്കണേ. അതൊന്നും പറയാൻ വന്നതല്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജോലിക്ക് പോവുകയാണ്. ഇന്നലെ എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല, അല്ലെങ്കിൽ ഇന്നലെ എന്തുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊന്നും കാണിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് നമ്മുടെ ജോലി സ്ഥലത്തെ ഒരാൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടൊക്കെയാണെന്ന് ആ സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ജോലിക്ക് പോകുന്നു. ഇന്നിപ്പോൾ നല്ല സിമ്പിൾ ഡേ ആയിരിക്കും. കാരണം ഞാൻ ഓൾറെഡി കൂടുതൽ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പം അവരൊക്കെ വന്നാൽ ദിവസം സ്മൂത്തായിരിക്കും. അവരൊക്കെ വന്നില്ലെങ്കിൽ അറിയാൻ പാടില്ല. പക്ഷേ എല്ലാവരും വരേണ്ടതാണ്. ഞാൻ അവരോട് നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, കിണ്ടിയവരുത്, വരണം. അതുകൊണ്ട് വരുമായിരിക്കണം. വരട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ കാലാവസ്ഥയൊക്കെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട്, എന്നാലും വലിയ തണുപ്പില്ല. വൈകുന്നേരത്തെ ടെമ്പറേച്ചർ ഞാൻ നോക്കിയപ്പോൾ 18 ഡിഗ്രി ഉണ്ട്. അപ്പോൾ മോർ ഓർ ലെസ് ദ ഈസ് ഗോണ ബി ഫൈൻ. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ് ജോലി സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് 45 മിനിറ്റ് യാത്ര, അതുകൊണ്ട് ഒരു 15 മണിക്കൂർ അവിടെ. 15 മണിക്കൂർ ഏതാണ്ട് മോർ ഓർ ലെസ് അത്രയും ഉണ്ടാവും. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക്. ഇതായിരിക്കും ഇന്നത്തെ പരിപാടി. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ഇനി നേരെ ജോലി സ്ഥലത്തേക്ക്. ഇപ്പം സമയം കാലത്ത് 5:15 അപ്പോൾ ബായ്. ഞാൻ വന്ന ട്രാം ഇതോടെ കിടക്കണുണ്ടോ? എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് സ്റ്റോപ്പ് ആയത്. ഈ ട്രാമിലല്ല പ്രശ്നം, അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ട്രാം കിടക്കണുണ്ടോ. ഒരു 4-5 ട്രാം അതേപോലെ ബ്ലോക്കായി കിടക്കാണ്. ഇതിവിടെ നടക്കുന്ന ഒരു കലാപരിപാടിയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നം വന്ന് ബ്ലോക്കാവും. ഇത് റെയിലിൽ കൂടെ പോണ സാധനമായതുകൊണ്ട് ഒരെണ്ണം ബ്ലോക്കായി കഴിഞ്ഞാൽ റൂട്ടിൽ പോകാൻ എല്ലാം ബ്ലോക്കായി കിടക്കും. എന്തോ ആരുടെയോ ഭാഗ്യം ജോലി സ്ഥലത്തെത്തി. അല്ലെങ്കിൽ കാലത്ത് തന്നെ നടക്കണ കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. എന്തോ ഭാഗ്യം എത്തി. ഇനി ജോലിക്ക് പോട്ടെ. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഞാൻ മാത്രമല്ല ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നത്, ഇവനുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ജോലിക്ക് എടുത്ത ഒരാൾ. കെൻ യു സേ ഹായ്? Hi, hello. സോറി, ഐ തിങ്ക് നൗ യു ക്യാൻ സേ. Hello, hi, hi. അപ്പോൾ ഞങ്ങൾ ജോലിക്ക് പോവുകയാണ്. ഇന്ന് കുറേ ആൾക്കാരുണ്ട്, നല്ല ചില്ലായിരിക്കും. ഇപ്പോൾ അശാനൊക്കെ പണി പഠിച്ച് വരുന്നുള്ളൂ. ഇവനും വേറൊരുത്തനും കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവർക്കൊന്ന് ഒന്നും കൂടി ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കണം. അതായത് ഇവരെ കൊണ്ടൊന്ന് തന്നെ ചെയ്യിപ്പിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ തന്നെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. അതായത് ഒരു സഹായം കിട്ടില്ല, തന്നെ ചെയ്യും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും എന്ന രീതിയിൽ. അപ്പോൾ ബാക്കി ജോലിക്ക് പോയിട്ട് എങ്ങനെയൊക്കെ നോക്കിയാലും ഏത് ദിശയിലൂടെ നോക്കിയാലും എൻ്റെ ജോലി സ്ഥലത്തെ ജോലി ഒരു കാലത്തും തീരൂല. കാരണം അത്ര പെരുത്ത് പണി അവിടെയുണ്ട്. എനിക്ക് മിക്കതും 1-2 ആൾക്കാരെ കൂടി ജോലിക്ക് എടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനാണെങ്കിൽ കാലത്ത് തന്നെ മെയിലും കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ കൂടെ ഉള്ളവരൊന്നും അതെന്താണ് ഇതെന്താണ് അങ്ങനെ കുറേ ചോദ്യങ്ങൾ. എനിക്കാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് വട്ടായി തുടങ്ങി. എന്നാലും എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ അവരെ സഹായിക്കണമല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരൊക്കെ ഓരോരോ പണി കൊടുത്തങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്ക് എടുക്കുന്ന പരിപാടികൾ, ഡ്രസ്സുകൾ താഴേക്ക് കൊണ്ടുപോക്ക്, അങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തേപ്പ് കിടപ്പുണ്ട്. ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ചേരം ഉമ്മാരുടെ കൂടെ തേക്കാന്ന്. കാരണം കാലത്ത് തന്നെ ഈ ലാപ്ടോപ്പും പിടിച്ച് കുറേ മണിക്കൂർ ഇരുന്ന് തല വെട്ടിപ്പൊളിയും. പിന്നെ ഞാൻ താഴേക്ക് വന്നു. കാരണം താഴത്തെ ടീമിൻ്റെ കൂടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യണം. അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഓരോരുത്തർ ഹൈദാരിലെ പരിപാടികളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വന്നു. എൻ്റെ മെയിൻ ടീം അവിടെ നിന്ന് ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കുന്നുണ്ട്. എനിക്കങ്ങനെ അവർ ചെറിയ ബ്രേക്ക് എടുക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അവർ ചായ ബ്രേക്ക് അങ്ങനെ എടുക്കുന്നു. ചായ ഇല്ല ആരുടെ കയ്യിലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ തുരുത്തം കാപ്പി കുടിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും വെറുതെ എന്തൊക്കെയോ ചിപ്സ് ടപ്പ എന്ന് പറഞ്ഞ് അടിച്ച് കയറ്റുന്നുണ്ട്. എന്നിട്ട് ഇവൻ വന്നു. ഇവൻ എൻ്റെ വേറൊരു കൂട്ടുകാരനാണ്. എന്നിട്ട് നമ്മൾ യൂഷ്വലായിട്ട് ഹായ് മേടിക്കാറുള്ള ആൾക്കാരുടെ അടുത്ത് പോയി. അവരുടെ കൂടെ ജോലി ചെയ്യുന്നവർ ഇത് പുതിയ ആൾക്കാരാണ്. പക്ഷെ ആ പുള്ളിക്കാരിനെ നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് മുകളിലേക്ക് പോയി. അപ്പോഴാണെങ്കിൽ ഇവന്മാർ ഭയങ്കര തമാശ പറഞ്ഞു, ചിരിയോട് ചിരി. പക്ഷെ തമാശ എന്താണെന്ന് ഞാൻ മറന്നുപോയി, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടും കൂടി പറഞ്ഞേനെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും അടുത്ത പരിപാടിയിലേക്ക് കയറി, പാക്കിങ്. പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തു, പുതിയ ആളാണല്ലോ, ഇങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ടായിരുന്നു
അത് സംഭവിച്ചത്. എന്താണെന്നല്ലേ, ഞങ്ങളുടെ ഈസ്റ്റർ ആഘോഷം, ചെറിയൊരാഘോഷം, വലിയ ആർഭാടകരമായ ആഘോഷമൊന്നുമല്ല. അപ്പോൾ ഫുഡ് ഒരാളുണ്ടാക്കി കൊണ്ടുവന്നു, നമ്മളെല്ലാവരും കൂടി കഴിച്ചു. ഈ ഒരു ടീം കേട്ടോ, ഇത് മൊത്തത്തിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ടീം എന്ന് പറഞ്ഞത്. ഇതിനകത്ത് പലവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരാഘോഷങ്ങൾ നടത്തി. കുസ്കുസാണ് നമ്മൾ കഴിച്ചത്. കുസ്കുസും ചിക്കനും ടപ്പട്ടപ്പേ എന്ന് പറഞ്ഞ് കുറേ അടിച്ച് കയറ്റി. അത് കഴിഞ്ഞ് മുകളിലേക്ക് വന്നപ്പോഴേക്കും കുറേ മെയിലുകളായിട്ടുണ്ടായി. പിന്നെ അതിൻ്റെ പിന്നിലായിരുന്നു അത് ചെക്കിങ്, അത് ഓർഡർ ചെയ്യൽ, പിന്നെ ഓരോരുത്തർക്ക് ഓരോ പണി കൊടുക്കൽ, അങ്ങനെ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് കുറേ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കണതിൻ്റെ കൂട്ടത്തിൽ ബാക്കി പരിപാടികളൊക്കെ മറന്നുപോയി. ഇച്ചിരി കൂടുതൽ അങ്ങോട്ട് ഫ്രീ ആയിപ്പോയി ഇന്നത്തെ പരിപാടികൾ. എനിക്കാണെങ്കിൽ വയറൊക്കെ ഫുൾ ടാങ്ക് ആയിട്ട് മന്ദിപ്പായി തുടങ്ങി. പക്ഷെ കൂടെ ഉള്ളവർക്ക് ടാസ്കുകൾ അവരുടേതായ കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ച് ബോക്സുകൾ ഇനി നമുക്ക് പാക്ക് ചെയ്ത് പൂട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് വന്നിരിക്കണേ. അത് ഞാൻ ചെയ്തോളാം. അത് ചെയ്യാതിരുന്നപ്പോഴാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം എന്നുകൂടി വിചാരിച്ചത്. സോ ഫാർ എവറിത്തിങ് വാസ് വെരി ഗുഡ്. നല്ല സ്മൂത്തായിരുന്നു ഇന്നത്തെ ദിവസം. പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കാലത്ത് പോയിട്ടുള്ള കുറച്ച് കലാപരിപാടികൾ, അതല്ലാതെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ആവശ്യത്തിന് ആൾക്കാരെ വിളിച്ചിരുന്നു. ഞാൻ ഓൾറെഡി ഇന്നലെ ഒക്കേത്തിനോടും പറഞ്ഞിരുന്നു, ഇന്നൊന്നും കിണ്ടിപ്പുറത്ത് കയറേണ്ട, ഒക്കയും കൂടി വന്നോ, അല്ലെങ്കിൽ ഒക്കേത്തിന് ഞാൻ പിരിച്ചുകൂടി പറഞ്ഞ് പേടിപ്പിച്ച്. ഇല്ലാട്ടോ, ഞാൻ ചുമ്മാ എല്ലാവരോടും പറഞ്ഞ് ഇനി വരാണ്ടിരുന്ന ഒക്കത്തിന് ഇട്ടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗ്യത്തിന് എല്ലാവരും വന്നു. എല്ലാ കാര്യങ്ങളും ഇന്ന് സ്മൂത്തായിരുന്നു, ചിൽ മോഡ്. പക്ഷെ നമുക്ക് ചെയ്തു തീർക്കാൻ കുറച്ചും കൂടി പരിപാടികളുണ്ട്. അതൊക്കെ ചെയ്തു തീർക്കണം. അതാണിത്. അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിന്ന് പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അതിൻ്റെ കൂട്ടത്തിൽ ഇത് പഠിത്തവും നടക്കണം. ജോലിസ്ഥലം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇരുന്നൊന്ന് പഠിക്കണം. അതൊരു നല്ലൊരു പരിപാടിയല്ലേ. അതും നടക്കണം, ഇതും നടക്കണം, ഒക്കെ നടക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പഠിക്കാൻ വന്നാൽ പഠിത്തത്തിനെയും കൂടി ശ്രദ്ധിക്കണം. ആ ഒരു സ്കീം മനസ്സിൽ വെക്കുക. പിന്നെ വേറെ ഒന്നും ഇപ്പോൾ പറയാനില്ല. ഞാൻ ഇവന്മാർക്കുള്ള പരിപാടിയൊക്കെ കൊടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ. ഇതിങ്ങനെ പൂട്ടുന്നതോടുകൂടി ഇന്നത്തെ യുദ്ധക്കളി തീർന്നു. ഇതിനിടയ്ക്ക് കുറേ പരിപാടികളൊക്കെ നടന്നു. പക്ഷെ ഒക്കെ കൂടി കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. പാസ്വേഡ് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഒരു ലോക്ക് ചെയ്യട്ടെ. കാരണം ഇങ്ങനെ കള്ളം കയറി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് അടിച്ചില്ലെങ്കിൽ വലിയ അയ്യോ ഒരൊച്ച നിങ്ങൾ കേൾക്കണുണ്ടോ? ഒച്ച തീരുന്നതിന് വേണ്ടി ഞാനിവിടെ നിന്ന് പോകണം. ഞാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും ഇവിടെ കാലുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റാന്നറിയോ? എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒച്ച ബഹണം 30 സെക്കൻഡ് എനിക്കുള്ള കുറച്ചോനെ. സോ നമ്മൾ കയറി. ഇന്ന് ഞാൻ വേറെ ഫ്ലോർ ലോക്ക് ചെയ്യുന്ന കാണിച്ചു. പൊതുവെ ഞാൻ വേറെ ഫ്ലോർ ലോക്ക് ചെയ്യുന്ന കാണിക്കാറ്. അപ്പം അത് കഴിഞ്ഞു, ലോക്കിംഗ് പരിപാടി കഴിഞ്ഞു. ഇനി വീട്ടിൽ പോട്ടെ. എനിക്ക് പരീക്ഷ ആയതുകൊണ്ടേ ഉറക്കം ശരിയായിട്ടില്ല. അതിൻ്റെ ക്ഷീണമുണ്ട്. ഇന്ന് ദിവസം സൂപ്പറായിരുന്നു. പക്ഷെ ഈ ഉറക്ക ക്ഷീണം ഉള്ളതുകൊണ്ട് എന്തോ ഒരു സുഖമില്ല. അമ്മേ അങ്ങനല്ലേ ഉറക്ക ക്ഷീണം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ, അതിന് നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കാം. ജോലിക്ക് ഈശ്വര ഇതൊരു കുരു പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. ഇത് പൂട്ടി, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഞാൻ പയ്യെ അങ്ങോട്ട് പോകട്ടെ. എന്നാൽ ചലിക്കണം. താക്കോല് അതെടുത്തു, ഇത് പൂട്ടി, ഒക്കെ പൂട്ടി, എല്ലാ പൂട്ടലും കഴിഞ്ഞു. ഇനി പോകണം. കാലത്ത് ഞാൻ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 17 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ചെറിയ പുകവലി കേന്ദ്രമുണ്ട്, അവിടെ അത് നോക്കാം. അമ്മ ആദ്യമായിട്ട് 8 മണിക്ക് ഇങ്ങനെ ഇത്ര നല്ല ക്ലൈമറ്റ്. തണുപ്പില്ല. പിന്നെ ഞാൻ പോട്ടെ, പുറത്തിറങ്ങിയിട്ട് ട്രാമിൻ്റെ ഒക്കെ സമയം നോക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ട്രാം. അപ്പോൾ ഇച്ചിരി പയ്യെ നടന്നാലും കുഴപ്പമൊന്നുമില്ല, എത്തിക്കോളും. അതൊന്ന് ആ പരിപാടി കഴിഞ്ഞ് ജോലി കഴിഞ്ഞു. ഇനി പോയിട്ട് പഠിക്കണം. കാരണം നാളെ പരീക്ഷയുണ്ട്, മറ്റന്നാൾ പരീക്ഷയുണ്ട്, വ്യാഴാഴ്ച പരീക്ഷയുണ്ട്. അങ്ങനെ 3 പരീക്ഷകളുള്ള സംഭവ ബഹുലമായ ആഴ്ചയാണ്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും അറിയാൻ പാടില്ല. കഴിഞ്ഞ പരീക്ഷകൾ ആരുടെയോ ഭാഗ്യം കൊണ്ട് പാസ്സായി. ഈ പരീക്ഷയെങ്കിലും എൻ്റെ ഭാഗ്യം കൊണ്ട് പാസ്സാവണം. പാസ്സായില്ലെങ്കിൽ നമ്മൾ പാസ്സാവാനുള്ള പരിപാടികൾ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കും. മാർഗം എന്തോ സംഭവത്തിനെ സ്വാധീകരിക്കുമെന്നല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ മാർഗം കറക്റ്റാക്കി സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അറ്റാക്ക് അപ്പോൾ പാസ്സാവുമായിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി പോകണം, തിരിച്ചു പോകണം, പഠിക്കണം, ഫുഡ് ഉണ്ടാക്കണം. വാവ്, നെവർ എൻഡിങ് പരിപാടി എന്ന് പറയുന്നത് ഇത് ശരിയാ. ഓരോന്ന് കഴിയുമ്പോൾ അടുത്തത് എന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു പരിപാടി.
ഫ്രീ ആവുന്ന ഒരു പരിപാടി സ്വപ്നത്തിൽ മാത്രം. എപ്പോഴും ഓരോ സംഭവം തലയിൽ ഇങ്ങനെ ടെൻഷൻ പോലെ കിടക്കും. എന്നല്ലെങ്കിൽ ഇപ്പോൾ റെൻ്റ് കൊടുക്കലോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസോ അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എന്തെങ്കിലും ചിലവോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു എൻഡിങ് ഇല്ലാത്ത പരിപാടി. എന്തെങ്കിലും ആവട്ടെ, വിധിയുടെ വിളയാട്ടം. ബട്ട് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് പെർഫെക്റ്റ് ഡേ. ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം പറഞ്ഞു. ഇന്ന് ഭയങ്കര സമാധാനമായിരുന്നു. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റി, കുറച്ച് നേരം ഉറങ്ങാൻ പറ്റി, കുറേ കാര്യങ്ങളൊക്കെ ഷടപടേ എന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റി. നല്ല ആഴ്ചയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും. അതേപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിൽ ലൈവായിട്ട് ഒരു ബ്രേക്കപ്പിന് സാക്ഷ്യം വഹിക്കാൻ പറ്റി. സംഭവമൊന്നുമില്ല, ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജോലിയാണ്. രണ്ടുപേർക്കും അവരുടെ സംഭവങ്ങൾ ക്ലിയർ ആവുന്നില്ല. മൊത്തത്തിൽ അവരുടെ രണ്ടുപേരുടെ ടൈമിങ്ങുകൾ ശരിയാവണില്ല. ജോലി സമയത്തിൽ വരുന്നത് രണ്ട് ടീമിലൊക്കെ ആയിട്ടാണ്. കാര്യങ്ങളൊന്നും കൂടി ശരിയാവണില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ഇല്ലേ, അതും കൂടി ശരിയാവണില്ല. എന്നിട്ട് ആകെ കരച്ചിലും ബഹളവും. എന്നിട്ട് അവസാനം പൊട്ടി പിരിഞ്ഞു. അത് രണ്ടുപേരും മെച്ചുവറായിട്ട് ഹാൻഡിൽ ചെയ്തു. കുറച്ച് കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അത് ആക്സെപ്റ്റ് ചെയ്തു. മ്യൂച്വൽ ബ്രേക്കപ്പ് ഭയങ്കര പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഓരോ കേസുകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇവിടെ യൂറോപ്പിലൊക്കെ നമ്മളിങ്ങനെ അഡാപ്റ്റ് ചെയ്യണമെന്നൊക്കെയല്ലേ പറയണേ. യൂറോപ്പിൽ ഷടപടേ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിലാവും, ഷടപടേ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് ക്രാക്കും ആവും. അതങ്ങോട്ട് ഇവർ ആക്സെപ്റ്റും ചെയ്യും. ആ ആക്സെപ്റ്റ് ചെയ്യണ പരിപാടി നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലാവാത്തത് കൊണ്ട് തന്നെ അതാകുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ പൊട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ പരിപാടി ഗ്യാസൊക്കെ കഴിഞ്ഞു. അപ്പം ശരി, ബൈ.